കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. മുൻ സഹപ്രവർത്തകനും നിലവിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ജി സുധാകരനെതിരെ കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. സുധാകരൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എത്തിപ്പെട്ട പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ ക്യാമ്പിന്റെ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ വെല്ലുവിളിച്ച സുധാകരന്റെ പ്രസ്താവനയ്ക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പിണറായി വിജയനും MV ഗോവിന്ദനും സജി ചെറിയാനുമൊക്കെ അമ്പലപ്പുഴയിൽ വന്ന് മത്സരിച്ച് ജയിക്കാൻ തന്റെ ഇടമുണ്ടോ എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം. ഇതിന് മറുപടിയായി പഴയ ക്യാമ്പിലായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും സുധാകരൻ പറഞ്ഞിരുന്നില്ലെന്നും ഇപ്പോൾ കോൺഗ്രസ് തൊപ്പി തലയിൽ വെച്ചതുകൊണ്ടാണ് ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ ക്യാമ്പിൽ നിന്ന് പിന്തുണ കിട്ടണമെങ്കിൽ താൻ പൂർണ്ണമായും അവരുടെ ആളായി എന്ന് വരുത്തണമല്ലോ എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. സുധാകരൻ പഴയ ആളല്ലെന്നും പുതിയ ആളാണെന്നും വരുത്തി തീർക്കാൻ സ്വന്തം പ്രസ്ഥാനത്തെ തള്ളി പറയുകയാണ്. ഇതിലും വലിയ ജീർണതയിലേക്ക് അദ്ദേഹം ഇനിയും പോയേക്കാമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ പുന്നപ്ര വയലാർ സമരത്തിന്റെ മണ്ണാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ചരിത്രത്തിൽ പലർക്കും രാഷ്ട്രീയ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ ജനങ്ങൾ എന്നും പാർട്ടിക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അവസരവാദികൾക്കായി ഒരു വോട്ട് പോലും ഈ മണ്ണിൽ മാറില്ലെന്നും അമ്പലപ്പുഴയിലെ LDF വിജയം ഉറപ്പാണെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സുധാകരന്റെ വോട്ട് കണക്കുകളെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. CPIM-ൽ നിന്ന് 15,000 വോട്ടും BJP-യിൽ നിന്ന് 5,000 വോട്ടും തനിക്ക് കിട്ടുമെന്ന സുധാകരന്റെ അവകാശവാദം കേട്ടാൽ അദ്ദേഹം BJP-യുടെ കൂടി സ്ഥാനാർത്ഥിയാണെന്ന് തോന്നിപ്പോകുമെന്ന് പിണറായി പറഞ്ഞു. BJP-യുമായി അദ്ദേഹം രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. LDF-നെ പരാജയപ്പെടുത്താൻ BJP-യുടെ സഹായം തേടുന്നതിലും വലിയ ഗതികേട് വേറെ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ട് മറിക്കാൻ വേണ്ടി സ്വതന്ത്ര വേഷം കിട്ടുന്നത് കോൺഗ്രസിന്റെ തന്ത്രമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. BJP-യുമായി ഇത്തരം നീക്കുപോക്കുകൾ നടത്തുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ മണ്ഡലം എന്നും ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ മണ്ണാണ്. വികസന തുടർച്ച ആഗ്രഹിക്കുന്ന ജനങ്ങൾ LDF സ്ഥാനാർത്ഥി H സലാമിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി വിട്ടവർക്ക് ജനങ്ങൾ തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർഷങ്ങളോളം പാർട്ടിയിൽ ഉന്നത പദവികൾ വഹിച്ച ഒരാൾ ഇത്രയും തരംതാണ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയമായ വിയോജിപ്പുകളാകാം, എന്നാൽ അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും അടിസ്ഥാനരഹിതമായ വെല്ലുവിളികളിലേക്കും നീങ്ങുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ വീര്യം നൽകിയിരിക്കുകയാണ്. സുധാകരന്റെ സ്വാധീനത്തെ നേരിടാൻ പാർട്ടി യന്ത്രം പൂർണ്ണമായും സജ്ജമാണെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വാക്പോര് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.